രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി ആളുകൾ, അതുകൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളാലും അല്ലാതെയും യുദ്ധങ്ങളാലുമൊക്കെ കെടുതിയിൽപ്പെട്ടുപോയിട്ടുള്ള നിരവധി മനുഷ്യരുടെ ജീവനുകൾ, പൊലിഞ്ഞുപോയിട്ടുള്ള മനുഷ്യരുടെ ജീവനുകൾ, അതുപോലെ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള പ്രശസ്ത മലബാറിൻ്റെ നൃത്തസങ്കല്പത്തിന് ചിലങ്ക ചാർത്തിയ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഇന്ദ്രാണി ടീച്ചർ, അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഗീത ടീച്ചർ തുടങ്ങി നമ്മുടെ സ്വദേശത്തും മറ്റ് പ്രദേശങ്ങളിലുമായിട്ട് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ആത്മാവിന് വേണ്ടിയിട്ട് MP തുടങ്ങിയിട്ടുള്ള പ്രശസ്തരായ ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരെ നമ്മൾ ഈ സമയത്തൊന്ന് സ്മരിക്കുകയാണ്. ആ ധീരമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാം. ഇതിൻ്റെ യോഗാധ്യക്ഷ ഷീലയാണ്. അവർക്ക് ആദ്യമായിട്ട് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ സാറിനും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം, അതുപോലെ തന്നെ കുഞ്ഞേട്ടൻ. നന്മ വണ്ടൂർ യൂണിറ്റിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ആദ്യം തന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം അറിയിക്കട്ടെ. നന്മയിലേക്ക് ആദ്യമായിട്ട് ഞാൻ എത്തിച്ചേർന്നത് 2017 എന്നാണ് എൻ്റെ ഓർമ്മ. ശീലാമയുടെ ഒന്ന് വണ്ടൂരൊന്ന് വരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എനിക്ക് നന്മയെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്തിനാണെന്ന് വെച്ചപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒന്ന് പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. നമ്മുടെ നഴ്സറിയിലായിരുന്നു അന്ന് മീറ്റിംഗ്. പോയൊരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു 4 യൂണിറ്റ് സമ്മേളനങ്ങളുണ്ട്, മേഖലാ സമ്മേളനങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു പ്രതിനിധിയായിട്ട് വന്നതാണ്. അപ്പോൾ പ്രവർത്തനം സജ്ജമായിട്ട് തന്നെ പോകുന്നത്. ഞാനൊരു 2 മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെയൊക്കെ നല്ല പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചില കാരണങ്ങളാൽ നമ്മുടെ മൊത്തം പ്രവർത്തനങ്ങൾ ഡൗൺ ആയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായിട്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധന്യമാക്കിയ പ്രിയപ്പെട്ട ജയരാജ് തണൽ, മുഖ്യ നമ്മുടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട കൃഷ്ണകുമാറായിട്ടും, അതുപോലെ തന്നെ മേഖലയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ സംഘവനിതാ പോകും, കാര്യങ്ങൾ പറയും. സംഘടനയാകുമ്പോൾ വിമർശനങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം എല്ലായിടത്തും എല്ലാ മേഖലയിലും ഉണ്ടാവും. അതുതന്നെ എല്ലാ സംഘടനയിലും സംഭവിക്കുന്നത് പോലെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിനെ ഒരു വിമർശനങ്ങൾ ഉണ്ടാവരുത്. ഞാൻ ഒരുപാട് കലാപരമായിട്ടാണെങ്കിലും പ്രായം കൊണ്ടും ചിലപ്പോൾ ചെറുതാണ്. അപ്പോൾ അത്ര വലിയൊരു പ്രസംഗം നടത്താറൊന്നും എനിക്കറിയില്ല. എന്നാൽ
Thank you.